പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഈ കഴിഞ്ഞ ഉച്ചയ്ക്ക് ശേഷമുള്ള ഈ ക്ലാസ്സുകളിൽ ഇപ്പോൾ വിശ്വാസത്തെക്കുറിച്ച് കേട്ടതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാൻ തോന്നുന്നുണ്ടോ? ഒന്ന് വന്ന് പറയാം. എന്താ നിങ്ങൾക്ക് കിട്ടിയ പുതിയ ഉൾക്കാഴ്ച? നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്കും നോക്കുവിൻ. വരുവിൻ, പെട്ടെന്ന് വായും. ആർക്കോ പറയാനുള്ള മാതിരി തോന്നുന്നു. സക്കറിയ അച്ഛൻ ആ ബൈബിളിലെ സക്കറിയ അല്ലല്ലോ. എന്നെ കൊണ്ടുവന്നത് എൻ്റെ ഇടവക്കാരെല്ലാവരും കൂടിയിട്ടാണ് കൊണ്ടുപോകുന്നത്. പിന്നെ എൻ്റെ ഇടവക്കാർ നല്ല ആൾക്കാരാണ്. ഇതിലൊക്കെ മിക്കവാറും ഇവിടുത്തെ വലിയ ആരാധകനായിട്ട് ഈ പ്രോഗ്രാം പറയുന്ന പോലെ തന്നെ വളരെ നല്ലൊരു നല്ല ആരാധകരായിട്ടുള്ള ഇടവക്കാരുണ്ട്. അതൊക്കെ നോക്കിയാൽ എൻ്റെ മുറിയിൽ വളരെ കാസറ്റ് അവരിങ്ങനെ അച്ഛനൊന്ന് കേൾക്കുമ്പോൾ ക്ലാസ്സിക്കൽ കേൾക്കുന്ന പറഞ്ഞാൽ ചെയ്ത് വെച്ച് തരാറുണ്ട്. ഇത് വളരെ ഒരു കാര്യം ഫെയ്ത്തിൻ്റെ ക്ലാസ്സിൽ പോയി കഴിഞ്ഞപ്പോൾ ഇൻക്രീസ് മൈ ഫെയ്ത്ത്, നമ്മളത് വചനം ഏറ്റു പറയുമ്പോൾ തന്നെയാണ് ആ വചനം ശരീരത്തിലും ആത്മാവിലും മനസ്സിലും നമ്മുടെ കണ്ണിലും ചെവിയിലൊക്കെ തുളച്ച് കയറി ഇതൊരു വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ ഒരു അഭിഷേകമായിട്ട് മാറുന്നത്. ഇതൊരു ടെസ്റ്റിമണി പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒരിക്കൽ ഇടവകയിൽ ഒരു ചേട്ടത്തി ക്യാൻസറായിട്ട് മരിക്കാറായിട്ട് കിടക്കുകയാണ്. ലാസ്റ്റ് സ്റ്റേജിലാണ് ഞാൻ ക്യാൻസറാണെന്ന് അറിയുന്നതും മരിക്കാറായി എന്നുള്ളത് അറിയുന്നതും. എന്നെ വിളിച്ചത് അവസാന സ്റ്റേജ് ആയതുകൊണ്ട് അന്തിമദാശ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. ഈ ചേട്ടത്തിയാണെങ്കിൽ പള്ളിയിൽ വളരെ നല്ല ആക്റ്റീവായിരുന്നു. അപ്പോൾ ഞാൻ താപോണ്ടായിരിക്കുമ്പോഴാണ് അത് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഫോൺ വരുന്നത്. ഫോൺ എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ 64 മിസ്ഡ് കോൾ. എന്തോ ധ്യാന കേന്ദ്രമാണ്. അപ്പം ഈ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കോൾ വരുന്നത്. ഈ ചേട്ടത്തി ഇങ്ങനെ വിളിച്ചു നോക്കിക്കഴിഞ്ഞപ്പോൾ എല്ലാം ആശുപത്രിയിൽ വിളിക്കുന്നതാണ്, അന്തിമദാശ കൊടുക്കാൻ വേണ്ടി വിളിക്കുന്നതാണ്. എനിക്ക് കിട്ടിയ ആ ഓരോ പ്രതിസന്ധികളുടെ നിമിഷങ്ങളിലാണല്ലോ വിശ്വാസം വളരുക. എനിക്ക് നിന്ന നിൽപ്പിൽ തന്നെ എൻ്റെ ശരീരം മുഴുവനും വേർക്കാനായിട്ട് തുടങ്ങി, ശരീരമാകെ തളരാനായിട്ട് തുടങ്ങി, ശ്വാസം കിട്ടാത്തൊരവസ്ഥയായി. വളരെ ആക്റ്റീവായിട്ടുള്ള ചേട്ടത്തി മരിക്കാൻ പോകുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലൊരിക്കലും ഉൾക്കൊള്ളാനായിട്ട് പറ്റാത്ത മനസ്സ്, ശരിക്കും നമ്മുടെ വ്യക്തിപരമായ പള്ളിയിൽ വളരെ ആക്റ്റീവായിട്ടുള്ളൊരു പാർട്ടി ആയതുകൊണ്ട് എനിക്ക് വളരെ അത് സഹിക്കാനായിട്ട് പറ്റിയില്ല. പിന്നെ ഞാൻ വിചാരിച്ചു, പിന്നെ എങ്ങനെയാണ് പ്രാർത്ഥിക്കാനായിട്ട് പറ്റുക? വിശ്വാസമില്ലാതെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. അന്നാണ് ഞാൻ ഈ വാക്ക് അബ്രാഹത്തിൻ്റെ വിശ്വാസത്തിൽ ഇങ്ങനെ ക്ലാസ് ഇങ്ങനെ കേൾക്കുന്നതുകൊണ്ടുള്ള മെച്ചതാണ്. ഇങ്ങനെ എപ്പോൾ നോക്കിയാൽ അബ്രാഹത്തിൻ്റെ വിശ്വാസത്തിന് റെഗുലറായിട്ട് എൻ്റെ CD പ്ലെയർ ഇടുന്നതാണ്, മൊബൈലൊക്കെ ഇടുന്നതാണ് ഈ അബ്രാഹത്തിൻ്റെ വിശ്വാസം. ഞാൻ അന്ന് താപോർന്ന് ആശുപത്രി വരെ എത്താനായിട്ട് 3 മണിക്കൂർ യാത്രയുണ്ട്. ഈ 3 മണിക്കൂർ സമയം ഞാൻ അബ്രാഹത്തിൻ്റെ വിശ്വാസം എനിക്ക് നൽകണമേ, ഇൻക്രീസ് മൈ ഫെയ്ത്ത്, ഇൻക്രീസ് മൈ ഫെയ്ത്ത്, ഇൻക്രീസ് മൈ ഫെയ്ത്ത്, വിശ്വാസം വർദ്ധിക്കണമേ, എൻ്റെ അവിശ്വാസം കൊടുത്ത് വിശ്വാസം വർദ്ധിക്കും. ആ വചനം തന്നെ ഏറ്റു പറയാനായിട്ട് വേണം. വചനം അവസാനം മാംസം കിട്ടി. ഞാൻ അവസാനം ആശുപത്രി ചെന്നു. ചെറിയ എൻ്റെ ബൈക്കിൽ ഇടവകയായിരുന്നു. ആ ചെറിയൊരു ഇടവകയാണ്. ഇടവക്കാരെല്ലാവരും നിൽക്കുന്നുണ്ട്. ഓഫീസിൽ കിടക്കാനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ആദ്യം എന്നോട് നല്ലൊരു കൗൺസിലിംഗ് കൊടുക്കുന്നത് ഒരുക്കാനായിട്ട് പറഞ്ഞു. ഞാൻ അതിനേക്കാളും ഗതികെട്ട അവസ്ഥയിലാണെന്നുള്ളത് എനിക്കറിയാം. ചെന്ന് കഴിഞ്ഞപ്പോൾ വളരെ രോഗത്തിൻ്റെ സീരിയസ്നെസ്, മരണത്തിൻ്റെ അവസ്ഥയാണെന്നുള്ളത് ഈ പേഷ്യൻറ്റിന് അറിയുന്നില്ല. അതുകൊണ്ട് തന്നെ ചേച്ചി വളരെ പുഞ്ചിരിച്ചിട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ട് രോഗിലേഖനത്തിൻ്റെ കാര്യം പറയാനായിട്ട് എനിക്ക് ധൈര്യം കിട്ടിയില്ല. പക്ഷേ but I was always going on confessing that increase my faith, increase my faith, increase my faith. അങ്ങനെ ഈ
ബൈബിള് കയ്യിൽ പിടിച്ചിങ്ങനെ കർത്താവെ അബ്രാഹത്തിൻ്റെ വിശ്വാസം, അബ്രാഹത്തിൻ്റെ വിശ്വാസം, അബ്രാഹത്തിൻ്റെ വിശ്വാസം, എൻ്റെ വിശ്വാസം വർദ്ധമാനമാക്കണം, എൻ്റെ വിശ്വാസം വർദ്ധമാനമാക്കണം, ഇൻക്രീസ് മൈ ഫെയ്ത്ത്. ഇത് തന്നെയാണ് 3 മണിക്കൂർ ഞാൻ കേൾക്കുന്നത്. അങ്ങനത് പറഞ്ഞ് അവസാനം എൻ്റെ ഇടവക്കാരെ എന്നോട് ചോദിച്ചു, അച്ഛനത് മാനസികമായിട്ട് ആ വ്യക്തി ഒരുക്കിയെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടിയിട്ട് ഒപ്പിശ്രമം കൊടുക്കാമെന്ന് പറഞ്ഞു.